ഇവിടെ വലിയ വറ്റയുണ്ട്. അതെ, ആ വറ്റ മാല പോലെ വറ്റ കിട്ടിയേക്കണണ്ട അടി. ഇതിവിടുത്തെ പാടശേഖരങ്ങളാണ് മീൻ വളർത്തുന്ന. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജ്വല്ലർ വ്ലോഗ്സിൻ്റെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അപ്പോൾ ഈ വല ഇടാനാണ് പോണത്. ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ പോക്കും. ഇതാണ് നമ്മൾ വല ഇടാൻ പോണ സ്ഥലം. വഞ്ചിയിൽ തുഴഞ്ഞ് അങ്ങനെ പോയിട്ട് വേണം ഈ വല ഇടാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് വല ഇടാം. അപ്പോൾ ഇവിടെയാണ് ഈ വലയുടെ തുമ്പ് കെട്ടിയിടുന്നത്, ഈ മരക്കഷ്ണത്തിലാണ്. ഇനി നമുക്ക് വല ഇട്ട് പോവാം. നമ്മുടെ വല ഇട്ട് പോവുകയാണ് നമ്മൾ. നമ്മളിവിടെ നേരെ അക്കരക്കാണ് ഇടുന്നത്. അവിടെ എന്തോ കുടുങ്ങിയിട്ടുണ്ട് ആ ഭാഗത്തായിട്ട്. വന്നിട്ട് നോക്കാം എന്താന്ന്. ഇട്ടപ്പോൾ തന്നെ അവിടെ എന്തോ അടിക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വലയാണില്ലേ കിടക്കണത്. വല ഇട്ട് കഴിഞ്ഞ് ഞാൻ ദേ ഇവിടെ വന്നതേ വള്ളം ഇവിടെ അടുപ്പിച്ചു. ഇതാണ് നമ്മുടെ വള്ളം. വള്ളം ഇവിടെ അടുപ്പിച്ചു. ഞാൻ ദേ വെയിറ്റ് ചെയ്യുകയാണ് ഇനി വല പൊക്കാനുള്ള സമയമാകാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. വല ഇട്ടേക്കുന്ന സ്ഥലം കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. 2 മൂലയും കൊള്ളിച്ചാണ് ഇട്ടേക്കണം. സൂര്യൻ്റെ പ്രകാശം കാരണം നമുക്ക് എന്തോരം കാണാൻ പറ്റുമെന്നറിയില്ല. നമ്മൾ ഇത് കണ്ട പൊങ്ങണ്ട ഇതിൽ പായലുടക്കിക്കണണ്ട, അതുപോലെ ഇങ്ങനെ പോയി ഇങ്ങനെ അറ്റം ചെന്നിട്ട് അപ്പുറത്തെ കര വരെ ഉണ്ട് നമ്മുടെ വല. നല്ല ഭംഗിയുള്ള കായലാണ്. കണ്ടോട്ടാ, മതിയാവോളം കണ്ടോ. ഇത് നമ്മുടെ വീടിനങ്ങോട്ടുള്ള പുഴയാണ്. ഇതിവിടുത്തെ പാടശേഖരങ്ങളാണ് മീൻ വളർത്തുന്ന. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട വല എടുക്കാനായിട്ടേ അപ്പോൾ അതാണ് നമ്മൾ എടുക്കാനായിട്ട് പോവാണ്. 3 മണിക്കിട്ട വലയാണ്. ഇപ്പോൾ 6 മണിയായി. 3 മണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കുവാണ്. വഞ്ചി നല്ല മറിയലാണ്. നമ്മൾ വല എടുത്തോണ്ടിരിക്കുകയാണ്. മട്ട് പിടിച്ചിട്ടുണ്ട് വലയിൽ. അവിടെ ഇട്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. ഇത് കണ്ട, ഒരു നല്ലൊരു ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ് ചെറുതായിട്ട്. അവൻ വിടണില്ല. നമുക്ക് ഇവനെ ഇങ്ങനെ നോക്കാം, അല്ല അവൻ എന്നെ വന്ന് കടിക്കും. അവിടെ ഇരിക്കട്ടെ. നാരഞ്ച മീനാണ് കിടക്കണം. വറ്റക്കുഞ്ഞ്. ഇതാണ് വറ്റക്കുഞ്ഞ്. കണ്ട, വീണ്ടും നമുക്ക് ഇടക്കിടക്ക് ഒരു ചെമ്മീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സൂര്യനെ അസ്തമിക്കാൻ പോണ്. എന്ത് മീനാണാവോ. എന്തായാലും കിടക്കട്ടെ. കുറിച്ചി കുറുക്കുറു എന്ന് കരയണുണ്ട്. അതിനെ കുറിച്ചി എന്ന് വിളിക്കണം. ചെമ്മീനുണ്ട് ഓരോന്ന്. ഉണ്ടാ നാരങ്ങ മീനാ. കുറിച്ച് ഒരടിപ്പൻ ചെമ്മീൻ. ചെമ്മീൻ ചാടിപ്പുണ്ട്. ചെമ്മീൻ ഒറ്റ ഞണ്ടും കൂടി കയറിയിട്ടുണ്ട് നമ്മുടെ വലയിൽ.
ഇവിടെ ഇടാം, പുളീന ഇവിടെ ഇടാം. പക്ഷേ ഒഴിഞ്ഞ് അത് പെട്ടെന്ന് അങ്ങനെ പോകാൻ പാടാം. എന്തായാലും ഇവിടെ കിടക്കട്ടെ, പിന്നെ എടുക്കാം. വല ക്ലീൻ ചെയ്യാൻ നേരത്തെ എടുക്കാം. ഇപ്പോൾ നമുക്ക് 2 ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം പിന്നെ ഒരു അടിപൊളി കോലാമീൻ ഇതുണ്ടോ, എൻ്റെ പേരറിയില്ല, അങ്ങനത്തെ ഒരു മീനാണ് കിട്ടിയേക്കണം നമുക്ക് ഇവിടെ നിന്ന്. പൂമീൻ ഇതുണ്ട, ഇതാണ് പൂമീൻ. അതുകൂടാതെ ഇവിടെ ഒരു കണമ്പുണ്ട്, ചെറിയ കണമ്പാണ്. കണമ്പ് ചെറുതാണ്, എന്നാലും വേണ്ടിയില്ല. അതെ, ഒരു നല്ലൊരു വറ്റ വറ്റേനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു കുറച്ച് മുഴുത്തൊരു വറ്റേനെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഇവിടെ മറ്റേ ചെറിയ മീനാണ് നമുക്ക് കിട്ടിയേക്കണം. ഇവിടെ ഒരു വറ്റയുണ്ട്. വറ്റയെന്ന് വലിയ പേരിലൊന്നും പറയാൻ പറ്റില്ല, വറ്റക്കുഞ്ഞ് അത്രേ ഉള്ളൂ. ഇവിടെ ഒരു വറ്റക്കുഞ്ഞുണ്ട്. പിന്നെ നമ്മുടെ പള്ളത്തി. ഇവിടെ കുറച്ച് കുറിച്ചികൾ ഉണ്ട്. നമ്മുടെ വല അവിടെയാണ്, നമുക്ക് ഒരുമിച്ച് എടുക്കാം. അതിനെ വല പിരിഞ്ഞു പോയാലോ പിന്നെ പണിയാതെ. വേണ്ട, കുറിച്ചിയാണ് ഇവിടെ. ഇല്ല, ഒറ്റയുണ്ട് വറ്റ. അങ്ങോട്ട് പോയിക്കോ. ഇവിടെ വലിയ വറ്റയുണ്ട്. അതെ, ആ വറ്റ മാല പോലെ അടിപൊളി. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. സൂപ്പർ സൂപ്പർ. വറ്റ മാല പോലെ വന്ന് കിടക്കണം. ഇത് കണ്ട, വറ്റ കിട്ടിയേക്കണം. വറ്റ കിട്ടിയേക്കണണ്ട, അടിപൊളി. ഞാൻ ആ കെട്ടെന്ന് ഒഴിക്കട്ടെ. ഇവിടുത്തെ അപ്പം ഇനി ഈ മീനിനൊക്കെ നമുക്ക് ഊരണം. കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഊരാം. വറ്റ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന്. മഞ്ഞ കളറാട്ടായിരുന്നു. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇത് പാണമ്പള്ളത്തിൽ ഉണ്ട്. പിന്നെ കുറിച്ചി എന്ന് പറഞ്ഞ മീനാണ്. പിന്നെ കണമ്പ്, പിന്നെ കൂരി. അപ്പം ഇത് പിന്നെ രണ്ടാമത്തെ പ്ലേറ്റിലുള്ളത് ഇത് പൂമീൻ ഉണ്ടോ. നമ്മളന്നേരം കാണിച്ചായിരുന്നു, എത്രത്തോളം കിട്ടിയെന്ന് അറിയില്ല, തന്നെത്താനെ വീഡിയോ എടുക്കണമുണ്ട്. ഇത് വറ്റ ഉണ്ടോ, വറ്റ. അപ്പോൾ ഇതും നമുക്ക് ആ വല കിട്ടിയ മീനാണ്. പിന്നെ അടാറ ഐറ്റമാണ് അടുത്ത വന്നത്. 2 ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ, 2 ഞണ്ട്. എൻ്റെ കാല് ഇതിന്ന് ഞങ്ങളിപ്പോൾ തന്നെ തകർക്കും ഇതിനെ. പിന്നെ ചെമ്മീനുണ്ട്, നാരഞ്ചെമ്മീനുണ്ട് കുറച്ച്. അപ്പോൾ നാരഞ്ചെമ്മീനുണ്ട് കുറച്ച്. ഇത് കണ്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിൽ കിട്ടിയത്. വെറും 3 മണിക്കൂർ കൊണ്ടാണ്, 3 മണിക്കൂർ മാത്രം വെള്ളത്തിൽ വലയിട്ടിട്ടാണ് ഞാൻ വല എടുത്തത്. മറ്റൊരു ഫിഷിംഗ് വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരേക്കും